Be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. This morning, ഇന്ന് പകൽക്കാലം I would like to turn you to the Gospel of Matthew again. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. How many of you remember what I preached last Sunday? കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ച വിഷയത്തെ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? What was my title? എന്തായിരുന്നു എന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട്? The title was Religion or Relationship. എന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് മതമോ ബന്ധമോ എന്നുള്ളതായിരുന്നു. Religion or relationship? ബന്ധമാണോ മതമാണോ നല്ലത് എന്നുള്ളതായിരുന്നു. Who is Jesus to you? യേശു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാകുന്നു? Is a religion? ഒരു മതത്തിന്റെ വ്യക്തിയാണോ? Or is a relationship? അതോ നിങ്ങളുടെ ജീവിതത്തിന്റെ തൊട്ടറിയാവുന്ന ഒരു ബന്ധമാണോ? If you look into the Bible, നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ God in the Bible is a people person. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു ജനകീയനായ ദൈവമാണ്. A God who is a person who is interested to communicate with people and who want to walk with them. ജനങ്ങളോടൊത്ത് ഇടപഴകുന്നതിലും ജനങ്ങളോടൊത്ത് കൂട്ടായ്മയിലും സന്തോഷിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. But if you look into the other religions, their God is different. മറ്റു മതങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് അവിടെ കാണുന്ന ദൈവങ്ങൾ. But by the God in the Bible, even in the Old Testament and in the New Testament, you can see him as a God who is interested, who want to reveal himself in person. പക്ഷേ വേദപുസ്തകത്തിൽ അത് പഴയ നിയമമായിക്കൊള്ളട്ടെ പുതിയ നിയമമായിക്കൊള്ളട്ടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ജനങ്ങളോടൊത്ത് നടക്കുന്നതിൽ ജനങ്ങളോടൊത്ത് കൂട്ടായ്മ ആചരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരുവനായിട്ടാണ്. You know, let's look into some of the Old Testament things about God, Old Testament passages where God has revealed himself. നമുക്കൊന്ന് ചിന്തിക്കാം പഴയ നിയമകാലത്തെ വേദപുസ്തക പശ്ചാത്തലത്തിലേക്ക്. The first we see God in the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. There you can see God as one who created man. അവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു സത്യം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെയാണ്. God is the one who created man. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. He provided the needs of people. അവന്റെ ആവശ്യങ്ങൾ സന്ധിക്കുവാൻ വേണ്ട സകലത്തെയും ദൈവം ഒരുക്കി കൊടുത്തു. He fellowshipped with them. അവന് കൂട്ടായ്മ കൊടുത്തു. And man sinned, he restored them and redeemed them. When man sinned, he restored them and redeemed them. അവൻ അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തപ്പോൾ അവനെ വീണ്ടും മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തി. And when he was sick, he healed them. അവൻ രോഗിയായിരുന്നപ്പോൾ അവന് സൗഖ്യത്തെ കൊടുത്തു. He blessed them. അവൻ അവരെ അനുഗ്രഹിച്ചു. He punished them when they disobeyed them. അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ അവരെ മടക്കി വരുത്തേണ്ടതിനായി ശിക്ഷിച്ചു. And he communicated with the people. അവരുമായി അവൻ ആശയവിനിമയത്തെ പുലർത്തി. He sent his prophets to guide them, correct them and speak to them. അവരെ നിയന്ത്രിക്കേണ്ടതിനും തിരുത്തേണ്ടതിനും അവരോട് സംസാരിക്കേണ്ടതിനും കാലാകാലങ്ങളിൽ ദൈവം തന്റെ പ്രവാചകന്മാരെ അയച്ചു. And we can see God as an interceding person. നമുക്കറിയാം ദൈവം ഇടയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തപ്പെടുന്നത്. And now Bible says he is preparing a place for us. വീണ്ടും വേദപുസ്തകം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു അവൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലത്തെ ഒരുക്കിയിരിക്കുന്നു എന്ന്. Bible says our God is the God advocates for us. വേദപുസ്തകം പറയുന്നു നമുക്ക് വേണ്ടി ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവനെന്ന്. And he says that he will come again for us. വീണ്ടും ഉറപ്പു തരുന്നു അവൻ വീണ്ടും മടങ്ങി വരുമെന്ന്. What does all this reveal? ഈ പറഞ്ഞതിന് ഈ വെളിപ്പെടുത്തലുകളുടെ അർത്ഥം എന്താണ്? Our God is a people person. നമ്മുടെ ദൈവം ജനങ്ങളോടൊത്ത് സഞ്ചരിക്കുന്നതിൽ ഒരു ജനകീയനായ ദൈവമാണ്. He is interested in our needs. നമ്മുടെ ആവശ്യങ്ങളിൽ താല്പര്യമുള്ള ദൈവമാണ് അവൻ. But by the time when time went on, പക്ഷേ കാലങ്ങൾ കടന്നുപോയപ്പോൾ people lost the concept about God. ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്നും ജനം ഒരുപാട് മാറിപ്പോയി. They lost the relationship. ദൈവവുമായുള്ള ബന്ധം അവർക്ക് നഷ്ടം വന്നു. Adam and Eve had a wonderful relationship with God. ആദമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിൽ വളരെ അതിശയകരമായ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. But when they sinned against God, they were put out of the garden and they lost the relationship. പക്ഷേ അവർ പാപം ചെയ്തപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താവുകയും ദൈവത്തോടുള്ള മനോഹരമായ കൂട്ടായ്മ നഷ്ടപ്പെടുകയും ചെയ്തു. Day-to-day relationship became occasional relationship. ദൈനംദിന ബന്ധങ്ങൾ എന്നുള്ളത് എപ്പോഴെങ്കിലും ഒരിക്കലുള്ള ബന്ധമായി മാറി. And instead of everybody having relationship with God, the selected people had relationship with God. എല്ലാവരുമായി ദൈവത്തിന് ബന്ധം പുലർത്തേണ്ട സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളുമായി മാത്രം ദൈവം ബന്ധം പുലർത്തേണ്ടുന്ന ദയനീയമായ അവസ്ഥ വന്നു. And in one generation there was only one man who walked with God. ഒരു തലമുറയിൽ ഒരു വ്യക്തി മാത്രമായിരുന്നു ദൈവത്തോടൊപ്പം നടന്നത്. Enoch was the only one who walked with God in his generation. ഹാനോക്കിന്റെ തലമുറയിൽ ഹാനോക്ക് എന്ന ഏക വ്യക്തി മാത്രമായിരുന്നു ദൈവത്തോടൊപ്പം നടന്നത്. And later we see Noah was the only one who pleased God. Noah was the only one. പിന്നീട് നാം കാണുന്നു നോഹയുടെ തലമുറയിൽ നോഹയ്ക്ക് മാത്രമേ ദൈവത്തിന്റെ കൃപ ലഭിച്ച വ്യക്തിയുള്ളൂ എന്ന്. And when we come back, when we
come through the history, we see that now God is selecting one person to serve him and follow him, and his name is Abraham. കാലങ്ങൾ മാറി മറിഞ്ഞപ്പോൾ നാം ചരിത്രത്തിൽ കാണുന്ന ഒരു വസ്തുത, ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിറക്കുന്നു തന്നെ ശുശ്രൂഷിക്കേണ്ടതിന്, തന്നെ സേവിക്കേണ്ടതിന്. And now God is known as the God of Abraham. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുക്കുവാനായി തിരഞ്ഞെടുത്ത അഡ്രസ് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ദൈവം എന്നാണ്. And then he was known as the God of Isaac. പിന്നെ ദൈവം തിരഞ്ഞെടുത്ത മേൽവിലാസം ഇസഹാക്കിന്റെ ദൈവം എന്നാണ്. And then God of Jacob. വീണ്ടും ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിച്ചത് യാക്കോബിന്റെ ദൈവം എന്നാണ്. And then God of Israel. ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിച്ച മറ്റൊരു നാമം ഇസ്രായേലിന്റെ ദൈവം എന്നാണ്. From person it became to a community. ഒരു വ്യക്തിയിൽ നിന്നും സമൂഹത്തിലേക്ക് ദൈവം മാറി. From God of Abraham he became the God of Israel. അബ്രഹാമിന്റെ ദൈവത്തിൽ നിന്നും എന്ന ചുരുങ്ങിയ അവസ്ഥയിൽ നിന്നും ഇസ്രായേലിന്റെ ദൈവം എന്ന വലിയ അർത്ഥത്തിലേക്ക് ദൈവം മാറി. And finally a religious setup was formed at the time of Moses. മോശയുടെ കാലഘട്ടത്തിൽ ഒരു മതപരമായ വ്യവസ്ഥ ഉടലെടുത്തു. Judaism was organized. യഹൂദ സമുദായം ഉടലെടുത്തു. With rituals and sacraments. അനുഷ്ഠാനങ്ങളുടെയും യാഗങ്ങളിലൂടെയും. With a lot of ceremonies. ഒത്തിരി ആഘോഷങ്ങളിലൂടെ. And relationship became a religion. ഊഷ്മളമായ ബന്ധത്തിന് പകരം ഒരു തരംതാണ മതത്തിലേക്ക് അത് വീണുപോയി. It became a religion. അതൊരു മതമായി അധപതിച്ചു. With the sacraments and sacrifices. യാഗങ്ങളെ കൊണ്ടും അനുഷ്ഠാനങ്ങളെ കൊണ്ടും. With the rituals and regulations. അനുഷ്ഠാനങ്ങളെ കൊണ്ടും ആചാരങ്ങളെ കൊണ്ടും. And people started just doing those things, losing the relationship. യാന്ത്രികമായി എന്തോ എന്ന് ചെയ്തെടുക്കുക എന്നത് മാത്രമായിരുന്നു, മറിച്ച് ഊഷ്മളമായ ഒരു ബന്ധം അവർക്ക് കൈമോശം വന്നു. Sacrifices were done because a part of the religion. മതത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് അവർ ബലികൾ അർപ്പിക്കുവാൻ തുടങ്ങി. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, they lost the relationship with God. ദൈവവുമായുള്ള ഒരു ഊഷ്മളമായ ബന്ധം അവർക്ക് കൈമോശം വന്നു. And now the religion was split into different groups. ഇപ്പോൾ ഇതാ നോക്കുക, മതം പോലും വ്യത്യസ്ത അവാന്തര വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. By the time that Jesus was born, യേശു ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ the Judaistic religious was divided into different groups. യഹൂദ സമുദായം വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു. The Pharisees were one group. അതിലൊരു കൂട്ടരായിരുന്നു പരീശന്മാർ. Who were so adamant to obey the word of God and obey the law by letter. ദൈവിക നിയമങ്ങളോടും ദൈവിക വചനങ്ങളോടും വളരെയധികം എരിവുള്ളവരായിരുന്നു പരീശന്മാർ. They wanted to obey the word on the letter. അവർ അക്ഷരാർത്ഥത്തിൽ തന്നെ ദൈവവചനത്തെ അനുഷ്ഠിക്കുന്നതിൽ പ്രാമുഖ്യം കാണിച്ചവരുന്നായിരുന്നു. Among the Pharisees, ഈ പരീശന്മാർക്കിടയിൽ there were 7 groups. അവർക്കിടയിലും 7 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. Who were so zealous for the Lord and who literally wanted to obey every letter of the word. അവർ ദൈവിക കാര്യങ്ങളിലും ദൈവത്തിന്റെ വചനങ്ങളിലും അക്ഷരം പ്രതി അനുസരിക്കുന്നവരും എരിവുള്ളവരുമായിരുന്നു. The Pharisees were even divided into 7 groups. ഈ പരീശന്മാർ തന്നെ 7 കൂട്ടങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. And there was another group called the Sadducees. മറ്റൊരു വിഭാഗത്തെ നാം അറിയുന്നത് സദൂക്യർ എന്ന വിഭാഗത്തെയാണ്. And they are the liberal Jews. അവർ കുറെ കൂടി സ്വതന്ത്രമായ ചിന്താഗതിക്കാരാണ്. And there was another group who are considered as they are known as the zealots. അടുത്ത ഒരു കൂട്ടരെന്നറിയപ്പെടുന്നത് എരിവുകാരെന്ന് വിഭാഗത്തെയാണ്. They involved in the political things. അവർ രാഷ്ട്രീയമായ കാര്യങ്ങളിലായിരുന്നു വ്യാപ്തരായിരുന്നത്. And they believed even force can be used to establish the messianic kingdom in the world. അവർ കരുതിയിരുന്നത് ബലം പ്രയോഗിച്ച് നിർബന്ധത്തിലൂടെ മിശിഹായുടെ രാജ്യം വരുത്തുവാൻ കഴിയുമെന്നായിരുന്നു. They were so zealous to establish a literal kingdom of God. അക്ഷരാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരുത്തുന്നതിനെ അവർ വളരെയധികം എരിവുള്ളവരായിരുന്നു. By the time that Jesus was coming into this world for the ministry to establish his kingdom, the Judaism was divided into different minority groups. ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി യേശു ഈ ഭൂമിയിൽ ജഡമെടുത്തിരുന്ന കാലത്ത് തന്നെ യഹൂദ സമുദായം വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. So the Pharisee group is there. പരീശന്മാരുടെ സംഘം ഒരു വശത്ത്, the Sadducees are here, സദൂക്യർ മറുവശത്ത്, the zealots are on the other side. ഇതിനൊന്നും പെടാതെ എരിവുകാർ മറ്റൊരു വശത്ത്. The Judaism was divided into different groups. യഹൂദ സമുദായം വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. Everybody had their own interpretation about God. എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് തങ്ങളുടേതായ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. The Pharisees says that you have to live in such and such a way to enter into the kingdom of God. പരീശന്മാർ ജനത്തെ പഠിപ്പിച്ചിരുന്നത് ഇന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ എത്താമെന്നാണ്. All the 7 groups of the Pharisees had different doctrines to practice. ഈ പരീശ സമുദായത്തിലെ 7 പേർക്കും വ്യത്യസ്തങ്ങളായുള്ള അനുഷ്ഠാനങ്ങളും ഉപദേശങ്ങളും ഉണ്ടായിരുന്നു. The Sadducees said, no, this is not the way that you have to live. They had their own interpretation about God and the kingdom of God. ഇതിൽ നിന്നും വ്യത്യസ്തമായി സദൂക്യർ പറഞ്ഞു, അല്ല, പരീശന്മാർ ചെയ്യേണ്ടതുപോലെയല്ല, ഞങ്ങളുടേതായ തരത്തിലുള്ള
കാര്യങ്ങളുടെ ചെയ്താലേ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. Zealots had their own interpretation about God. എരിവുകാർ എന്ന് പറയുന്ന വിഭാഗത്തിന് അവരുടേതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. At that time the Jews were confused about God. ചുരുക്കത്തിൽ ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ പോലും ചിന്താകുഴപ്പത്തിലായിരുന്നു. They had different interpretation about the scripture. വേദപുസ്തകത്തെക്കുറിച്ച് തിരുവെഴുത്തുകളെക്കുറിച്ച് വ്യത്യസ്തമായ മാനങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. Different interpretation about God. ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ. But all were colored by religion. All these interpretations were according to their own interpretation. ഈ വ്യാഖ്യാനങ്ങളെല്ലാം അവരുടെ താല്പര്യത്തിനും അവരുടെ ഹിതത്തിനും രൂപപ്പെട്ട വ്യാഖ്യാനങ്ങളായിരുന്നു. They made a god out of their interpretation. അവരുടെ വ്യാഖ്യാനത്തിന്റെ നാലതിരുകൾക്കുള്ളിൽ അവർ ദൈവത്തെ ചുരുക്കി. Judaism had a Judaistic religious god. ഒരു കാലത്ത് ദൈവത്തോടു കൂടെ നടന്നിരുന്ന യഹൂദ സമുദായം ഇപ്പോൾ യഹൂദ മതമായി അധപ്പതിച്ചു. Finally Jews thought that God is somebody up above the sky who only wants our adoration and worship and sacrifices and festivals. അവസാനമായ ഒരു വലിയ ദുര്യോഗത്തിൽ യഹൂദ സമുദായം ചെന്നപ്പെട്ടു. ഞങ്ങളുടെ ആരാധനയ്ക്കും ഞങ്ങളുടെ മഹത്വത്തിനും പാത്രീഭൂതമാകുവാൻ തക്കവണ്ണം ആർക്കും അപ്രാപ്യനല്ലാത്ത ഉയരത്തിൽ വസിക്കുന്നവനാണ് ദൈവമെന്നൊരു സങ്കല്പത്തിൽ അവർ എത്തി. Jews lost the concept of having a relationship with God. ദൈവവുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ആ ഉദാത്തമായ ആശയത്തിൽ നിന്നും യഹൂദൻ തെറ്റിപ്പോയി. When religion loses relationship, it will end up as an institution. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ഈ മതം ഒരു സ്ഥാപനം എന്ന നിലയിലേക്ക് താണു. Now ഇപ്പോൾ Jesus has a new mission to accomplish. യേശുവിന് ഒരു പുതിയ ദൗത്യം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. Because the Jews have no idea who God is. കാരണം യഹൂദന് ദൈവമാരെന്നുള്ള ആ വെളിപ്പാട് നഷ്ടപ്പെട്ടു. They lost all the concept about God. ദൈവത്തെക്കുറിച്ചുള്ള സകല ധാരണകളും യഹൂദന് കൈമോശം വന്നു. They have a vague idea about God. അവർക്ക് യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്നത് വ്യക്തമല്ലാത്ത ചില ചിന്തകളായിരുന്നു. So the mission of the ministry and mission of Jesus was to reveal who God is to the people. യേശുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ദൈവമാരാണെന്ന് വെളിപ്പെടുത്തുകയും അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുകയുമായിരുന്നു. Jesus wanted to reveal who God is to this world. ഈ ലോകത്തോട് ദൈവമാരാണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ള പ്രഥമമായ ഒരു ദൗത്യമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. So this morning I would like to teach you how did Jesus reveal God to this world. ഇന്ന് പകൽക്കാലം എനിക്ക് സഭയെ പഠിപ്പിക്കുവാനുള്ളത് ദൈവം എങ്ങനെയുള്ളവനാണ് എന്നാണ് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. Jesus came into this world to show who God is. യേശു ഈ താണ ലോകത്തേക്ക് കടന്നു വന്നത് ദൈവം എപ്രകാരമുള്ളവനായിരുന്നു എന്ന് തന്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തേണ്ടതാണ്. Bible says, വേദപുസ്തകം പറയുന്നു, in the beginning there was word, ആദിയിൽ വചനമുണ്ടായിരുന്നു, and the word was with God. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, the word was God. വചനം ദൈവം തന്നെയായിരുന്നു. And now the word became flesh and dwelt among us. ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. Jesus was God in flesh. യേശു ജഡരൂപമെടുത്ത ദൈവമായിരുന്നു. The incarnation of God himself. ദൈവത്തിന്റെ ജഡാവതാരമായിരുന്നു യേശു. Where people lost the idea about God and had fake ideas about God. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ജനത്തിന് നഷ്ടപ്പെട്ടപ്പോൾ God wanted to reveal who God is. ദൈവം തന്നെ തീരുമാനിച്ചു താൻ എപ്രകാരമുള്ളവനാണെന്ന് ലോകത്തെ വെളിപ്പെടുത്തണമെന്ന്. So the first nature of God is revealed through Jesus. ദൈവത്തിന്റെ ആദ്യത്തെ പ്രകൃതം ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയത് യേശുവിലൂടെയായിരുന്നു. If you look into the ministry of Jesus, യേശുവിന്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ the first and foremost thing we can understand from his ministry is that പ്രഥമവും പ്രധാനവുമായി നമുക്ക് വെളിപ്പെടുന്ന ഒരു വസ്തുത, God is someone who wants to build a relationship with mankind. ദൈവവുമായും മനുഷ്യരാശിയുമായും ഊഷ്മളമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനാണ് ദൈവം എന്നുള്ള വസ്തുത. God is a person who wants to make a relationship. മനുഷ്യനുമായി വ്യക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. All through the book of God, all through the Gospels, we can see Jesus is trying to build relationship with people. സുവിശേഷങ്ങളുടെ വ്യക്തമായി നാം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, യേശു എല്ലായ്പ്പോഴും മനുഷ്യരുമായി ഒരു വ്യക്തമായ ബന്ധത്തിന് മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു. Many times I question why God has to become a man. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നു? Why did he become a man? എന്തുകൊണ്ട് ദൈവം ഒരു മനുഷ്യനായി പിറന്നു? Because he wanted to make a relationship
relationship with man. കാരണം വളരെ ലളിതമാണ്, അവന് മനുഷ്യരുമായി ഒരു ചങ്ങാത്തം സ്ഥാപിക്കണം. If I want to make a true relationship and friendship with an elephant, if I want to make a true relationship and friendship with an elephant, എനിക്ക് ആനയുമായി യഥാർത്ഥ അർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ചങ്ങാത്തം സ്ഥാപിക്കണമെങ്കിൽ, to understand the struggle and the pain and the goodness being an elephant, ആദ്യമായി ഞാൻ അറിയേണ്ടത് ആ ആന കടന്നു പോകുന്ന വികാര വിക്ഷോഭങ്ങളിലൂടെയും വേദനകളിലൂടെയും അവന്റെ നൊമ്പരങ്ങളും എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. If I want to know what the pains of an elephant, ഒരു ആനയുടെ വേദന എന്തെന്ന് ഞാൻ അറിയണമെങ്കിൽ, I have to become an elephant. ഞാൻ ഒരു ആനയായി തന്നെ ജനിക്കണം. I have to become an elephant. ഞാൻ ഒരു ആനയായി തീരണം. In the same way, അതേ അർത്ഥത്തിൽ തന്നെ, then when God wanted to reveal himself to humanity, ഈ മനുഷ്യരാശിക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തേണ്ടതിന്, when God wanted to build a relationship with mankind, മനുഷ്യരാശിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ആലോചിച്ചപ്പോൾ, God wanted to become a human being. ദൈവം ഒരു മനുഷ്യനായി തന്നെ പിറന്നു. Now if I wanted to become an elephant, എനിക്കൊരു ആനയായി തീരണമെങ്കിൽ, there are certain things that I have to do. ഞാൻ ചില കാര്യങ്ങളൊക്കെ അതിന് മുന്നായി ചെയ്തിരിക്കണം. First thing I have to do is, ആദ്യമായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, I have to empty my manhood. ഞാൻ എൻ്റെ മനുഷ്യത്വത്തെ പൂർണ്ണമായി ഒഴിച്ചു കളയണം. And I have to come down to a level of an elephant, an animal. ഒരു മൃഗത്തിൻ്റെതായ ഒരു ആനയുടേതായ ലെവലിലേക്ക് ഞാൻ താഴണം. I have to become a subhuman being. ഞാൻ ഒരു മനുഷ്യന് വ്യത്യസ്തമായ ഒരു രൂപത്തിലേക്ക് ഞാൻ മാറിപ്പോകണം. I cannot be a man. എനിക്കൊരിക്കലും മനുഷ്യനായിരിക്കാൻ കഴിയില്ല. I cannot think like a man. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. I cannot behave like a human being. ഒരു മനുഷ്യൻ പെരുമാറുന്നത് പോലെ എനിക്ക് പെരുമാറുവാൻ കഴിയില്ല. I cannot eat like a human being. എന്തിനധികം മനുഷ്യൻ തിന്നുന്നത് പോലെയും എനിക്ക് തിന്നുവാൻ കഴിയില്ല. I cannot bath like a human being. I cannot take a bath like human beings. എനിക്ക് മനുഷ്യൻ കുളിക്കുന്നത് പോലെ എനിക്ക് കുളിക്കുവാൻ കഴിയില്ല. I have to empty myself. ഞാൻ പരിപൂർണമായി മനുഷ്യത്വം എന്നിൽ നിന്നും ഒഴിച്ചു നീക്കണം. I have to deny all the manly character in me. മാനുഷികമായ സകല സ്വഭാവങ്ങളെയും ഞാൻ എന്നിൽ നിന്നും നിഷേധിക്കണം. I have to leave all my glory and position. എൻ്റെ സ്ഥാനങ്ങളെയും എൻ്റെ മഹത്വത്തെയും പരിപൂർണമായി ഞാൻ ഒഴിക്കണം. I have to leave my abode where I am staying over here. I have to leave my house. I have to leave my house. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കണം. I have to leave my relationship. എനിക്ക് എൻ്റെ ബന്ധങ്ങളുമായി നടക്കണം. I have to leave everything to become an elephant. ഒരു ആനയായി ഞാൻ തീരേണ്ടതിന് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളിലേക്ക് ഞാൻ മാറപ്പെടണം. I have to abandon, I have to leave everything. ഞാൻ എല്ലാത്തിനെയും ഉപേക്ഷിക്കണം, എല്ലാത്തിനെയും തള്ളി മാറ്റണം. Then only I can build a strong relationship with an elephant. എങ്കിൽ മാത്രമേ എനിക്ക് ആനയുമായി അല്ലെങ്കിൽ ആനയുടേത് പോലുള്ള ഒരു ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുള്ളൂ. Then only I can know what painful it is to be put in chain. എനിക്കറിയാം ഒരു മാറുക എന്നുള്ള എത്ര വേദനാകരമായ അനുഭവമാണ്. Then only I can know how painful it is to be in a chain. എങ്കിൽ മാത്രമേ ഒരു ചങ്ങലയിൽ കിടക്കുക എന്നുള്ളത് എത്രമാത്രം വേദനയുള്ള കാര്യമാണെന്ന് എനിക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, I have to empty so many things in my life to become an elephant. ഒരു ആനയുമായി തീരണമെങ്കിൽ, ഒരു ആനയോടൊത്ത് ഞാൻ ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടേ മതിയാകൂ. That's what Jesus did. അതാണ് യേശുവും ചെയ്തത്. When he wanted to have fellowship with human beings, മനുഷ്യരുമായി ഒരു ചങ്ങാത്തം സ്ഥാപിക്കേണ്ടതിന് യേശു തീരുമാനിച്ചപ്പോൾ Bible says വേദപുസ്തകം പറയുന്നു, he emptied himself. അവൻ തന്നെത്താൻ ത്യജിച്ചു. He emptied all his glory. അവനുണ്ടായിരുന്ന സകല മഹത്വത്തെയും അവൻ ത്യജിച്ചു. He came down into this world. അവൻ ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്നു. The omniscient and omnipotent God, സർവശക്തനായിരുന്നവൻ, സർവവ്യാപിയായിരുന്നവൻ, emptied himself. സകലതും ത്യജിച്ചു കളഞ്ഞു. The God who moved in the spirit being emptied himself. അവൻ ദൈവികമായിരുന്ന സകലത്തെയും ത്യജിച്ച് ഒരു മനുഷ്യനുമായി രൂപാന്തരപ്പെടുവാൻ തയ്യാറായി. The God is spirit. That's what Bible says. വേദപുസ്തകം പറയുന്നു, God is spirit. ദൈവം ആത്മാവാകുന്നു. The spirit God emptied himself. ആത്മാവാകുന്ന ദൈവം തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് and emptied himself. തന്നെ ഒഴിവാക്കി. The unlimited God limited himself. പരിമിതികളില്ലാതിരുന്ന ദൈവത്തെ ഒരു പരിധിക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് The almighty God limited himself. സർവശക്തനായ ദൈവത്തെ ഒരു പരിധിക്കുള്ളിൽ ഒരുക്കിക്കൊണ്ട് and came into a human being. മനുഷ്യനിലേക്ക് അവൻ ഇറങ്ങി വന്നു. So that he can live with us. അതുകൊണ്ടാണ് അവൻ നമ്മളോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞത്. He wanted to live with me. അവൻ എന്നോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. He wanted to know the pain
and struggle of a human being. ഒരു മനുഷ്യന്റെ വേദനകളെ അവൻ അറിയുവാൻ So ആഗ്രഹിക്കുന്നു. dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, our God is a God who wants to live with us. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മളോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. When Jesus came into this world, യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ he could have led an isolated life. അവൻ തന്നെ ത്യജിച്ചു കളഞ്ഞു. He could have led an isolated life. അവന് വേണമെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കാമായിരുന്നു. No, he didn't do that. പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ല. That was the purpose. അതായിരുന്നു അവന്റെ ഉദ്ദേശമെങ്കിൽ He could have born in a palace. അവനൊരു കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. But he didn't want to do that. പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ല. He was born in a manger so that any beggar can go and approach and reach him. അവനെ ഈ ഭൂമിയിലെ സകലർക്കും പ്രാപിക്കാവുന്ന തരത്തിൽ ഏത് ഭിക്ഷക്കാരനും പ്രാപിക്കാവുന്ന തരത്തിൽ ഒരു കുടിലിലാണ് അവൻ ജനിച്ചത്. He was a man down to earth. അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. He came to such a low condition. അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് അവൻ തന്നെ താഴ്ത്തി. That's why the shepherds were able to go and meet him. അതുകൊണ്ടാണ് ആട്ടിടയന്മാർക്ക് അവനെ കാണുവാനും അവനെ സന്ധിക്കുവാനും കഴിഞ്ഞത്. If he were born in the palace, അവൻ കൊട്ടാരത്തിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ no way the shepherds can go and meet him. ഒരിക്കലും ആട്ടിടയന്മാർക്ക് അവനെ കാണുവാൻ കഴിയുമായിരുന്നില്ല. No way the shepherds can go and worship him. ഒരിക്കലും ആട്ടിടയന്മാർക്ക് അവനെ ചെന്ന് ആരാധിക്കുവാൻ കഴിയുമായിരുന്നില്ല. He made himself available to the shepherds. അവൻ ആട്ടിടയന്മാർക്ക് പോലും ലഭ്യമാകുന്ന തരത്തിൽ തന്നെ ചുരുക്കി. The lowest of the low. താഴ്ന്നതിൽ വെച്ച് ഏറ്റവും താഴ്ന്ന തരത്തിൽ. He made himself available to everyone. ആർക്കും പ്രാപ്യമാകുന്ന തരത്തിൽ അവൻ തന്നെ താഴ്ത്തി. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, that's why I love Jesus. ഞാൻ എന്തുകൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കുന്നതെന്ന് അറിയാമോ? He made available to me. അവൻ എന്നിൽ ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട്. He made available to me. എനിക്ക് അവനെ പ്രാപിക്കുവാൻ തക്ക വിധത്തിൽ അവൻ തന്നെ താഴ്ത്തിയതുകൊണ്ട്. Hallelujah. Amen. Hallelujah. Amen. He made available to me. അവൻ എനിക്ക് ലഭ്യമാകുന്ന ദൈവമാണ്. To him did he made available. എങ്ങനെയാണ് അവൻ എനിക്ക് ലഭ്യമാകുന്ന തരത്തിൽ അവൻ Why ചെയ്തത്? did he made available to me? എന്തുകൊണ്ടാണ് അവൻ എനിക്ക് ലഭ്യമായത്? To show one nature of my father. എന്റെ സ്വർഗീയ പിതാവിന്റെ പ്രകൃതത്തെ അവൻ വെളിപ്പെടുത്തി To തന്നു. show who my father is. എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആരെന്ന് അവൻ വെളിപ്പെടുത്തി തന്നു. First and foremost nature of my father is. പ്രഥമവും പ്രധാനവുമായ എന്റെ സ്വർഗീയ പിതാവിന്റെ പ്രകൃതം എന്ന് പറയുന്നത്, God is a welcoming father. എന്റെ ദൈവം എന്ന് പറയുന്നത് അവൻ എന്നെ സ്വീകരിക്കുന്ന ദൈവമാണ്. Any sinners can reach him. ഏതൊരു പാപിക്കും അവനിൽ സമീപിക്കാം. Any tax collectors can reach him. ഏതൊരു ചുങ്കക്കാരനും അവനെ സമീപിക്കാം. Any demon possessed person can reach ഏതൊരു him. ഭൂതബാധിതനും അവനെ സമീപിക്കാം. Any lepers can reach him. ഏതൊരു കുഷ്ഠരോഗിക്കും അവനെ സമീപിക്കാം. Any sick person can reach him. ഏതൊരു രോഗിക്കും അവനെ സമീപിക്കാം. Any Gentiles can reach him. ഏതൊരു ജാതിയനും അവനെ സമീപിക്കാം. He is approachable to everyone. അവൻ എല്ലാവർക്കും സ്വീകാര്യനാണ്. The Jews and the Pharisees taught, യഹൂദനും പരീശനും പഠിപ്പിച്ചിരുന്നത്, no, you cannot approach God. നിനക്ക് ദൈവത്തെ സമീപിക്കുവാൻ കഴിയുകയില്ല. Only the high priest can reach him. മുഖ്യ പുരോഹിതന് മാത്രമേ ദൈവത്തോട് അടുക്കുവാൻ That's കഴിയുകയുള്ളൂ. all on once in a year. അതും വർഷത്തിലൊരിക്കൽ. Only on that day of atonement. ആ പാപപരിഹാര ദിനത്തിൽ മാത്രം. With the blood of the goat. ആടിന്റെ രക്തവുമായി. That's what the Jews thought. അതായിരുന്നു യഹൂദന്റെ ചിന്ത. And the Pharisees thought, പരീശൻ ചിന്തിച്ചു വെച്ചിരുന്നത് അതായിരുന്നു. no, everybody cannot reach God. എല്ലാവർക്കും ദൈവത്തിനെ സമീപിക്കുവാൻ കഴിയുകയില്ല. Only we the Pharisees can do it. ഞങ്ങൾ പരീശന്മാർക്ക് മാത്രമേ ദൈവത്തോട് സമീപിക്കുവാൻ We കഴിയുകയുള്ളൂ. are the separated people. കാരണം ഞങ്ങളാണ് വേർപെട്ട വിഭാഗം. We are the separated one. ഞങ്ങളാണ് വേർപെട്ടവർ. We are separated from sin. ഞങ്ങൾ പാപത്തിൽ നിന്നും വേർപെട്ടവരാണ്. We are separated from the world. ഞങ്ങൾ ലോകത്തിൽ നിന്നും We വേർപെട്ടവരാണ്. are a holy generation. ഞങ്ങളാകുന്നു വിശുദ്ധ തലമുറ. Oh, that's what they believed. അതായിരുന്നു അവർ ചിന്തിച്ചു വെച്ചിരുന്നത്. They made God as an unapproachable person. അവർ ദൈവത്തെ ആർക്കും സമീപിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദൈവമായി ലോകത്തിന് ചിത്രീകരിച്ചു കൊടുത്തു. Judaism and the religion made God as an unapproachable person. യഹൂദ സമൂഹവും മതവും ദൈവത്തെ ആർക്കും പ്രാപിക്കുവാൻ കഴിയാത്ത ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ചു. But dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, Jesus through his life proved something. യേശു തന്റെ ജീവിതം കൊണ്ട് ഒരു കാര്യം തെളിയിച്ചു. Declared a good message to the world. ലോകത്തോട് ഒരു സുവർത്തമാനം വിളിച്ചു പറഞ്ഞു. Anybody can approach him. ആർക്കും അവനെ സമീപിക്കാവുന്നതേ ഉള്ളൂ. He declared one day. അവൻ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, All those who are heavy and burdened, come unto me. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. All those who are thirsty, come unto me. വിശക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ. All those who are thirsty, come unto me. ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ കടന്നു വരട്ടെ. And receive the water of life, the living water freely. ജീവന്റെ ജലം സൗജന്യമായി എന്നിൽ നിന്നും പ്രാപിക്കട്ടെ. Jesus declared to the world that our God is approachable and he welcomes
everyone. യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ദൈവം ആരെയും സ്വീകരിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവത്തെ ആർക്കും സമീപിക്കാവുന്ന ദൈവം കൂടെയാണ്. He is approachable by anybody. ആർക്കും ദൈവത്തെ സമീപിക്കാവുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Anyone over here can approach. ഇവിടെ കൂടിയിരിക്കുന്ന ഏതൊരുവനും നമ്മുടെ ദൈവത്തെ സമീപിക്കാം. Irrespective of your caste. നിങ്ങളുടെ മതം എന്തു തന്നെയാണെങ്കിലും, irrespective of your caste. നിങ്ങളുടെ ജാതി എന്തു തന്നെയാണെങ്കിലും, religion. നിങ്ങളുടെ മതം എന്തു തന്നെയാണെങ്കിലും, color. നിങ്ങളുടെ വർണ്ണം എന്തു തന്നെയാണെങ്കിലും, education. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയാണെങ്കിലും, family status. നിങ്ങളുടെ പശ്ചാത്തലം എന്തു തന്നെയാണെങ്കിലും, financial status, നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാട് എന്തു തന്നെയാണെങ്കിലും, whatever it may be, എന്തു തന്നെയാണെങ്കിലും, God, our heavenly Father, is approachable to you. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ വളരെ അരികത്തുള്ളവനാണ്. That's why he was born in the manger. അതുകൊണ്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തു വന്നത്. That's why he was born in the manger. അതുകൊണ്ടാണ് അവനെ പുൽത്തൊഴുത്തിൽ ജനിച്ചത്. അതുകൊണ്ടാണ് അവൻ പുൽത്തൊഴുത്തിൽ ജന്മമെടുത്തത്. That's why he was born in the manger. അതുകൊണ്ടാണ് അവൻ പുൽത്തൊഴുത്തിൽ ജന്മമെടുത്തത്. So that anybody can reach him. ആർക്കും അവനെ സമീപിക്കാം. Anybody can approach him. ആർക്കും അവനെ സമീപിക്കാം. Anybody can touch him. ആർക്കും അവനെ സ്പർശിക്കാം. Jesus, through his life, revealed our heavenly Father, the true living God, as a person whom everybody can approach. സത്യത്തിലുള്ള ജീവിക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവ് എപ്രകാരമുള്ളവനാണെന്ന് യേശു തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. ആർക്കും സ്പർശിക്കാവുന്ന, ആർക്കും കടന്നു വരാവുന്ന, സമയഭേദം കൂടാതെ ആർക്കും കടന്നു വരാവുന്ന ഒരുത്തനാണെന്ന് അവൻ തെളിയിച്ചു കൊടുത്തു. How did he prove? എങ്ങനെയാണ് നീ നിന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത്? How did Jesus prove it? യേശു എങ്ങനെയാണ് അത് തെളിയിച്ചത്? By his own life. അവന്റെ സ്വന്തം ജീവിതം കൊണ്ട്. By welcoming the sinners. അവൻ പാപികളെ സ്വാഗതം ചെയ്തു. By welcoming the tax collectors. ചുങ്കക്കാരെ അവൻ ഏറ്റെടുത്തു. By welcoming the demon possessed people. ഭൂതബാധിതരെ അവൻ ആശ്വസിപ്പിച്ചു. By welcoming the lepers. കുഷ്ഠരോഗിയെ അവൻ സ്വാഗതം ചെയ്തു. By welcoming the sick ones. രോഗികളെ അവൻ ആശ്വസിപ്പിച്ചു. And welcoming the Gentiles. ജാതികളെയും അവൻ സ്വാഗതം ചെയ്തു. He welcomed everyone and showed to them, you can approach God just like you approached me. ഈ ഭൂമണ്ഡലത്തിലുള്ള സകലരെയും യേശു ഒരു കാര്യം പഠിപ്പിച്ചു, നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നത് പോലെ തന്നെയാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിനെയും നിങ്ങൾക്ക് സമീപിക്കുവാൻ കഴിയും. Secondly, രണ്ടാമതായി he revealed the second character of our Father God. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ രണ്ടാമത്തെ പ്രകൃതം യേശു വെളിപ്പെടുത്തിയത്. Jews thought യഹൂദൻ ചിന്തിച്ചിരുന്നത് our God is angry at the people. ജനത്തോട് ദേഷ്യപ്പെടുന്ന പ്രകൃതമുള്ളവനാണ് ദൈവമെന്നാണ്. In the Old Testament, പഴയ നിയമഭാഗത്ത് people always thought the God in Old Testament is so angry and mad towards people. പഴയ നിയമകാലത്ത് യഹൂദൻ ജനത്തെ പഠിപ്പിച്ചിരുന്നത് ഒരു ഭ്രാന്തമായ വികാരത്താൽ ജനത്തോട് ദേഷ്യപ്പെടുന്ന ഒരുത്തനാണ് ദൈവമെന്നാണ്. And always needed blood. എപ്പോഴും രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു to cover their sins. അവരുടെ പാപങ്ങളെ മൂടപ്പെടേണ്ടതിന്. So people had a false concept and understanding about our God. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ആ നാളുകളിൽ ജനത്തിന് വികലമായ ഒരു ചിന്തയുണ്ടായിരുന്നു. That they thought that God is angry and mad at the people. അവർ ചിന്തിച്ചു വെച്ചിരുന്നത് ജനത്തോട് ദൈവത്തിന് ദേഷ്യമുണ്ട് എന്നായിരുന്നു. A God always with a stick on his hand. കയ്യിൽ വടിയുമായി എപ്പോഴും നടക്കുന്ന ഒരു ദൈവം. Ready to punish. ശിക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ദൈവം. If you move left, he will punish. നീ ഇടത്തോട്ട് തിരിഞ്ഞാൽ അവൻ നിന്നെ അടിക്കും. If you move right, he will punish. നീ വലത്തോട്ട് തിരിഞ്ഞാലും അടി തന്നെ ഫലം. Oh, he is a God. People thought that he is a God who is angry and mad at the people. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നിന്നെ ശിക്ഷിക്കുന്ന ഒരുത്തനാണ് ദൈവമെന്നായിരുന്നു യഹൂദ സമൂഹം ധരിച്ചു വെച്ചിരുന്നത്. But Jesus wanted to rewrite it. പക്ഷേ അതിനെ തിരുത്തുവാൻ യേശു തയ്യാറായി. He wanted to show the mercy and love of God to the people. ദൈവത്തിന്റെ കരുണയെയും ദൈവത്തിന്റെ സ്നേഹത്തെയും യേശു ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. And Jesus revealed to the world God as a merciful Father. കരുണയുള്ള ഒരു പിതാവാണ് സ്വർഗ്ഗസ്ഥനായ പിതാവെന്ന് യേശു ലോകത്തോട് വെളിപ്പെടുത്തി കൊടുത്തു. Not only a welcoming Father, but a merciful Father. സ്വീകരിക്കുന്ന ഒരുത്തൻ മാത്രമല്ല, കരുണയുള്ള ഒരുത്തൻ കൂടിയാണ് നമ്മുടെ ദൈവം. Jesus showed the mercy of God through his life. തന്റെ ശുശ്രൂഷയിലൂടെ യേശു ലോകത്തോട് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ കരുണയെ വെളിപ്പെടുത്തി കൊടുത്തു. He showed the compassion of God through his life. ദൈവത്തിന്റെ ആർദ്രതയെ യേശു വെളിപ്പെടുത്തി കൊടുത്തു. Not only that, he showed the mercy and compassion of God through his life. അവന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ കരുണയെയും ദൈവത്തിന്റെ ആർദ്രതയെയും വെളിപ്പെടുത്തുക മാത്രമല്ല യേശു ചെയ്തത്. He commanded his people that he loves mercy rather than
sacrifice. അതുമാത്രമല്ല പറഞ്ഞത്, യേശു പറഞ്ഞു, ഞാൻ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നത്. He said, I'm looking for mercy. ഞാൻ കരുണയാണ് പ്രസാദിക്കുന്നത്. I don't want sacrifices. എനിക്ക് യാഗങ്ങളെ ഇനി ആവശ്യമില്ല. I am fed up with your sacrifices. ഞാൻ നിങ്ങളെ യാഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി. I am fed up with your sacrifices and festivals. നിങ്ങളുടെ ഉത്സവങ്ങളെ കൊണ്ടും നിങ്ങളുടെ യാഗങ്ങളെ കൊണ്ടും ഞാൻ മടുത്തു. Why? എന്തുകൊണ്ട്? There is no mercy in your life. കാരണം നിങ്ങളുടെ യാഗങ്ങളിൽ കരുണയില്ല. You rob people. നിങ്ങൾ ജനത്തെ അടിക്കുന്നു. You persecute them. നിങ്ങൾ ജനത്തെ ഉപദ്രവിക്കുന്നു. Just to keep my law and my commandments. എന്റെ നിയമങ്ങളെയും എന്റെ പ്രമാണങ്ങളെയും അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനത്തെ ഉപദ്രവിക്കുന്നു. You rob them to keep my commandments. നിങ്ങൾ ജനത്തെ മോഷ്ടിക്കുന്നു എൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാനായിട്ട്. You rob them to obey my law. എന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതിനായി നിങ്ങൾ ജനക്കൂട്ടത്തെ മോഷ്ടിക്കുന്നു. You put them in pressure. നിങ്ങൾ അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നു. There is no mercy in your life. നിങ്ങളുടെ ജീവിതത്തിൽ കരുണയുടെ അംശം പോലുമില്ല. There is no compassion in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആർദ്രതയില്ല. But you have a false and a vague idea about God. പക്ഷേ നിങ്ങളിലുള്ളത് വികലമായ ദൈവത്തെക്കുറിച്ചുള്ള ആശയമാണ്. I am a God of mercy. ഞാൻ കരുണയുള്ള ദൈവമാകുന്നു. I am a merciful God. ഞാൻ കരുണയുള്ള ദൈവമാകുന്നു. I am a compassionate God. ഞാൻ ആർദ്രതയുള്ള ദൈവമാകുന്നു. Jesus revealed the mercy and compassion of God. യേശു തന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ കരുണയെയും ആർദ്രതയെയും വെളിപ്പെടുത്തി. And not only that, അതുമാത്രമല്ല, he said, അവൻ പറഞ്ഞു, you have to, those who follow me should show mercy and compassion to the people. എന്നെ പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഈ പറയുന്ന തരത്തിലുള്ള കരുണയും ആർദ്രതയും ഉണ്ടായിരിക്കണം. He demanded mercy and compassion from his people. അവൻ അവന്റെ ശിഷ്യരിൽ നിന്നും കരുണയും ആർദ്രതയും പ്രതീക്ഷിച്ചു. He said to his disciples, അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, be merciful to the community. സമൂഹത്തോട് കരുണയുള്ളവരായിരിക്കും. Be merciful to your people. നിങ്ങളുടെ ജനത്തോട് കരുണയുള്ളവരായിരിക്കും. Love your enemies. നിങ്ങളുടെ ശത്രുക്കളെ കൂടെ സ്നേഹിപ്പിൻ. Love your neighbors. നിങ്ങളുടെ അയൽപക്കക്കാരെ സ്നേഹിക്കുവിൻ. And pray for those who persecute you. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. Bless them those who curse you. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. Be merciful. അവരോട് കരുണ കാണിക്കുവിൻ. Be compassionate. അവരോട് ആർദ്രത കാണിക്കുവിൻ. Be merciful. അവരോട് കരുണ കാണിക്കുവിൻ. And Jesus showed that mercy through his ministry. അവന്റെ ശുശ്രൂഷയിലൂടെ യേശു അത് വെളിപ്പെടുത്തുകയും ചെയ്തു. He was merciful to the sinners. പാപികളോട് യേശു കരുണ കാണിച്ചു. He was compassionate to the sick people. രോഗികളോട് യേശു മനസ്സലിവ് കാണിച്ചു. He moved with the compassion to the lepers. കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് മനസ്സലിവോടെ യേശു നടന്നെടുത്തു. He was merciful to the sick people. യേശു രോഗികളോട് മനസ്സലിവ് കാണിച്ചു. He was compassionate to the hungry. അവൻ വിശക്കുന്നവരോട് മനസ്സലിവ് കാണിച്ചു. He was full of mercy. അവന്റെ ജീവിതം എന്ന് പറയുന്നത് കരുണയുടെ നിറകുടമായിരുന്നു. And he said to his people, അവൻ തന്റെ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, whoever seen me has seen my Father. എന്നെ കാണുന്നവൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കണ്ടിരിക്കുന്നു. What you see in me is our heavenly Father. നിങ്ങൾ എന്നിൽ എന്തു കാണുന്നുവോ അത് തന്നെയാണ് എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ്. What you see in me is your heavenly Father. നിങ്ങൾ എന്നിൽ എന്തു കാണുന്നുവോ അത് തന്നെയാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിലും. I don't do anything by my own. ഞാൻ എന്റെ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. I do what my Father said to me. എന്റെ പിതാവ് എന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. I just do what he commands me to do. അവൻ എന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ അത് മാത്രമേ ഞാൻ I ചെയ്യുന്നുള്ളൂ. just reflect my heavenly Father. ഞാൻ എന്റെ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തുക മാത്രമേ I ചെയ്യുന്നുള്ളൂ. just reflect him to you. അവൻ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ നിങ്ങളിലേക്ക് ഞാൻ പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. So what do you see in me? നിങ്ങൾ എന്നിൽ എന്താണ് കാണുന്നത്? Do you see me as a welcoming person? നിങ്ങൾ എന്നെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നുവോ? Do you see me as a person who wants to fellowship and welcome with other people? മറ്റുള്ള ജനങ്ങളെ സ്വീകരിക്കുന്നവരും മറ്റുള്ളവരോട് കൂട്ടായ്മ കാണുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ എന്നെ കാണുന്നുവോ? That's the nature of my Father. അതെന്റെ സ്വർഗീയ പിതാവിന്റെ പ്രകൃതമാണ്. That's my Father is. അതെന്റെ പിതാവിന്റെ പ്രകൃതമാണ്. Do you see me as a merciful and compassionate? കരുണയുള്ളവനും മനസ്സിലുള്ളവനുമായി നിങ്ങൾ എന്നെ കാണുന്നുവോ? That's not something that I have created for myself. നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു ഗുണമല്ലാതെ I am reflecting the character of my Father. ഞാൻ എന്റെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. So Jesus was revealing the Father to the humanity. യേശു സ്വർഗ്ഗസ്ഥനായ തന്റെ പിതാവിനെ മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. As a welcoming Father. ഒരു സ്വീകരിക്കുന്ന പിതാവായിട്ട്. And as a merciful Father. കരുണയുള്ള പിതാവായിട്ട്. And thirdly, with that point I will stop. മൂന്നാമത് ഞാൻ പറഞ്ഞിരുന്നു അവിടെയാണ് ഞാൻ നിർത്തുന്നത്. And Jesus revealed our Father as a fellowshipping Father. ജനങ്ങളുമായി കൂട്ടായ്മ കൂടുന്നതിൽ താല്പര്യം കാണിച്ചിരുന്ന ഒരു പിതാവ്. As a father who wants to fellowship with us. നമ്മളോടൊത്ത് കൂട്ടായ്മ കാണിക്കുന്നതിൽ സന്തോഷിച്ചിരുന്ന ഒരു പിതാവ്. What is fellowship? എന്താകുന്നു ആ കൂട്ടായ്മ? The Greek word fellowship means koinonia. ഗ്രീക്ക് ഭാഷയിൽ ഫെലോഷിപ്പ് എന്ന വാക്കിന്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊയിനോനിയ എന്ന വാക്കാണ്. Becoming one and being one.
ഒന്നായി തീരുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. You know, in the Gospel of Matthew, മത്തായിയുടെ സുവിശേഷത്തിൽ when Jesus called the tax collector Matthew to become his disciple, ചുങ്കക്കാരനായ മത്തായിയെ തന്റെ ശിഷ്യനാകുവാൻ വേണ്ടി യേശു വിളിച്ചപ്പോൾ, and after calling him in chapter 9, 9-ാമത്തെ അധ്യായത്തിൽ അവനെ വിളിച്ചതിന് ശേഷം he goes to his house to fellowship with him. അവന്റെ വീട്ടിലേക്ക് പോയി അവനുമായി കൂട്ടായ്മ കൂടുവാൻ യേശു താല്പര്യം കാണിച്ചു. To fellowship with him. അവനുമായി കൂട്ടായ്മ നടത്തി. So what does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? Our God is a God നമ്മുടെ ദൈവം എന്ന് പറയുന്നത് who wants to have fellowship, who want to have a fellowship with us. നമ്മളോടൊത്ത് കൂട്ടായ്മ കാണിക്കുന്നതിൽ സന്തോഷിക്കുന്നവനാണ്. He doesn't want to say hi bye. അകലെ നിന്നുകൊണ്ട് ഹായ് പറഞ്ഞു പോകുന്നവനല്ല. Hi Matthew, are you okay? I think you are okay. Okay, I'm going. മത്തായി നീ സുഖത്തോടെ ഇരിക്കുന്നു എന്ന് അകലെ നിന്നും പറഞ്ഞു പോകുന്നവനല്ല. He is not a hi bye God. അകലെ നിന്നുകൊണ്ട് ഹായ് പറയുന്നവനല്ല നമ്മുടെ ദൈവം. He wants to come into your house. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവൻ. He wants to be with you. നമ്മിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. He wants to be a part of your family. നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. He want to understand. He want to be a part. He want to experience the pain in your life. നമ്മുടെ ജീവിതത്തിന്റെ വേദനയെ അനുഭവിക്കുന്ന ഒരുത്തൻ. He wants to experience the struggle of your life. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രതിസന്ധികളെ അനുഭവിച്ച് രുചിച്ചറിയുന്ന ഒരുത്തൻ. He wants to hear what people are telling about you. നിങ്ങളെക്കുറിച്ച് അവൻ എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. When Jesus called Zacchaeus from that tree, സക്കായിയെ ആ മരത്തിന്റെ മുകളിൽ നിന്ന് യേശു വിളിച്ചപ്പോൾ, he didn't say, okay Zacchaeus, very good, I'm glad that you are my fellowship, I have another meeting, I am going over there. ഹലോ സക്കായി, നീ സുഖമായിരിക്കുന്നുവോ? ശരി, ഞാൻ എന്നാൽ പോകട്ടെ എന്ന് പറഞ്ഞു പോയവനല്ല നമ്മുടെ ദൈവം. He didn't say, I'm glad that you followed me, I have another meeting, so I have to go over there. ഓക്കെ, നീ എന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാനിപ്പോൾ തിരക്കാണ്, എനിക്ക് മറ്റൊരിടത്തേക്ക് പോകണമെന്ന് പറഞ്ഞവനല്ല നമ്മുടെ ദൈവം. He went to the house of Zacchaeus. അവൻ സക്കായിയുടെ വീട്ടിലേക്ക് കടന്നു പോയവനാണ്. People stamped him as a sinner. സമൂഹം അവനെ മുദ്രകുത്തിയത് അവനൊരു പാപി എന്ന മട്ടിലാണെങ്കിൽ, Jesus wanted to live in that sinner's house. ആ പാപികളോട് കൂടെ കൂട്ടായ്മ കാണിക്കുന്നവനാണ് എൻ്റെ യേശു. Jesus wanted to live in that sinner's house. ആ പാപികളോട് കൂടെ ആ പാപികളുടെ ഭവനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചവനാണ് യേശു. He wanted to eat with them. അവരോട് കൂടെ ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചവൻ. You can easily remember the food of a sinner, what type of food the sinner might have in his house. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരു പാപിയുടെ ഭവനത്തിൽ വിളമ്പുന്ന ഭക്ഷണം എത്തരത്തിലുള്ളതായിരിക്കുമെന്ന്. But Jesus wanted to go there. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും യേശു ആ ഭവനത്തിലേക്ക് പോകാൻ താല്പര്യം കാണിച്ചു. Here Jesus went to the Matthew the tax collector's house. ഇവിടെ ചുങ്കപ്പിരിവുകാരനായ മത്തായിയുടെ വീട്ടിലേക്ക് യേശു കടന്നുപോയി. A sinner. ഒരു പാപിയുടെ വീട്ടിലേക്ക്. Jesus wanted to fellowship with him. ഒരു പാപിയോട് പോലും ചങ്ങാത്തം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. What does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? He wanted to identify himself to your level. നിന്റെ അവസ്ഥയിലേക്ക് താണു വന്ന് നിന്നോടൊപ്പം കൂട്ടായ്മ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് എൻ്റെ യേശു. He wanted to be a part of your food. നിന്റെ ഭക്ഷണത്തോട് ഏകീഭാവം പുലർത്തുന്ന തരത്തിൽ നിന്റെ ഭക്ഷണത്തിന്റെ തലത്തിലേക്ക് താഴുവാൻ ആഗ്രഹിക്കുന്നവൻ. He wanted to enjoy what you have. നിന്നിലുള്ളതിൽ സന്തോഷിക്കുന്നവൻ. He wanted to be a part and fellowship with you. നിന്നോടൊത്ത് കൂട്ടായ്മ ആചരിക്കുന്നതിൽ, നിന്നിൽ കൂട്ടായ്മ ആചരിക്കുന്നതിൽ സന്തോഷിക്കുന്നവൻ. That was a great allegation against Jesus by the Pharisees. ആ കാലഘട്ടത്തിൽ പരീശന്മാർ യേശുവിനെ കുറിച്ച് ആരോപിച്ചിരുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് അതായിരുന്നു. Because Pharisees were the separated group of people. കാരണം പരീശന്മാർ ജനത്തിൽ നിന്നും വേർപെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു. Separated from sin. അവർ പാപത്തിൽ നിന്നും വേർപെട്ടിരുന്നവരായിരുന്നു. Separated from unholy things. അവിശുദ്ധമായ കാര്യങ്ങളിൽ നിന്നും അവർ വേർപെട്ടിരുന്നവരായിരുന്നു. Separated from defiling foods. അവർ ചില ഭക്ഷണങ്ങളെ അകറ്റി നിർത്തിയിരുന്നു. Separated from sinners. അവർ പാപികളെ അകറ്റി നിർത്തിയിരുന്നു. The Pharisees will not go even through certain areas and certain villages. ചില ഗ്രാമങ്ങളിലേക്കും ചില പ്രദേശങ്ങളിലേക്ക് പോലും പരീശന്മാർ നടന്നു പോയിരുന്നില്ല. But Jesus, he didn't care for those things. പക്ഷേ അത്തരം കാര്യങ്ങളെ ഒന്നും നമ്മുടെ യേശു കാര്യമാക്കിയില്ല. He went into the house of this sinner. ഈ പാപിയുടെ ഭവനത്തിലേക്ക് യേശു കടന്നുപോയി. He went into the house of this the tax collector. ഈ ചുങ്കപ്പിരിവുകാരന്റെ വീട്ടിലേക്ക് യേശു കടന്നുപോയി. And who were there with him for the party? ആ പാർട്ടിയിൽ ആരൊക്കെയായിരുന്നു ആ പാപിയോട് കൂടെ ഉണ്ടായിരുന്നത്? All the tax collectors were there. സകല ചുങ്കപ്പിരിവുകാരും ഉണ്ടായിരുന്നു. All the sinners were there. എല്ലാ പാപികളും ഉണ്ടായിരുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, my God is a God who wants to fellowship with me. എൻ്റെ ദൈവം എന്ന് പറയുന്നത് നിന്നോടൊത്ത് കൂട്ടായ്മ പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. No house is too little for him. എത്ര ചെറിയ ഭവനമാണെങ്കിലും എൻ്റെ യേശു കടന്നു വരുന്നതിന് തടസ്സമല്ല. No house is too little for his presence. അവന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനെ
ഒരു ഭവനവും ചെറുതല്ല. No house is too small for him. അവന് ഒരു ഭവനവും ചെറുതല്ല. No person is so little for him. ഒരു വ്യക്തിയും അവന്റെ മുമ്പിൽ ചെറിയവനല്ല. You know, he wants to fellowship with you. കാരണം ഏതൊരു വ്യക്തിയോടും അവൻ കൂട്ടായ്മ പുലർത്തുന്നവനാണ്. Jesus wants to come to your house. നിന്റെ വീട്ടിലേക്ക് വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. My question is, do you want him to come to your house? എന്റെ ചോദ്യം എന്ന് പറയുന്നത് യേശു വരുവാൻ നീ നിന്റെ ഭവനത്തെ ഒരുക്കി കൊടുക്കുന്നു. Jesus wants to come to your house. യേശുവിന് നിന്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട്. Be a part of your be a part of your family. നിന്റെ കുടുംബത്തോടൊത്ത് കുടുംബത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ യേശു ആഗ്രഹിക്കുന്നു. Be a part of your food. നിനക്കുള്ള ഭക്ഷണത്തിൽ ഒരു ഓഹരിക്കാരനാകുവാൻ. Be a part of your situation. നിന്റെ അവസ്ഥയിൽ പങ്കുകാരനാകുവാൻ. And Jesus wants to fellowship with us. നിന്നോടൊത്തും നമ്മളോടൊത്തും കൂട്ടായ്മ കാണിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. Dear brothers and dear sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ, The Bible says, വേദപുസ്തകം പറയുന്നു, He will fellowship with you. നിന്നോടൊത്ത് കൂട്ടായ്മ പുലർത്തുന്നവനാണ് അവൻ. Jesus revealed who Jesus is. യേശു ആരാണെന്ന് യേശു തന്റെ ശുശ്രൂഷ കൊണ്ട് വെളിപ്പെടുത്തി. Jesus revealed who our heavenly Father is. യേശു ആരാണെന്ന് തന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ വെളിപ്പെടുത്തി. The Father who wants to fellowship with us. നമ്മളോടൊത്ത് കൂട്ടായ്മ പുലർത്തുന്ന ഒരു പിതാവാണെന്ന് യേശു തന്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി. And Jesus revealed it not only through the words but through actions. അവൻ തന്റെ വാക്കുകളെ കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളെ കൊണ്ടും അത് വെളിപ്പെടുത്തി. He went into the house of the Pharisees. No, he went into the house of the sinners. അവൻ പാപിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് തന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ അത് തെളിയിച്ചു. He went into the house of the tax collectors. ഒരു ചുങ്കപ്പിരിവുകാരന്റെ വീട്ടിലേക്ക് പോയി അവൻ തെളിയിച്ചു കൊടുത്തു. He went into the house of the sinners. പാപിയുടെ വീട്ടിലേക്ക് കടന്നു പോകുന്നതിൽ യേശു തടസ്സമുണ്ടായിരുന്നില്ല. And ate with them. അവരോടൊത്ത് ഭക്ഷിക്കുന്നു. And had supper with them. അവരെ സഹായിച്ചു. And through that action he proved that our God is a God who wants to fellowship with you. അത്തരം പ്രവൃത്തികളിലൂടെ യേശു ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിച്ചു തന്നു. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളോടൊത്ത് കൂട്ടായ്മ പുലർത്തുന്ന ദൈവമാണ്. Through the life of Jesus he revealed 3 things. യേശുവിന്റെ ജീവിതത്തിലൂടെ 3 കാര്യങ്ങളെ യേശു വെളിപ്പെടുത്തി തന്നു. Our God is a welcoming Father. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ഒരു പിതാവാണ്. Anybody can come to him. ആർക്കും അവന്റെ അടുത്തേക്ക് കടന്നു വരാം. Anybody. ആർക്കും കടന്നു വരാം. Irrespective of your religion, നിങ്ങളുടെ മതം വകവയ്ക്കാതെ, irrespective of your caste, color, creed, നിങ്ങളുടെ വർഗ്ഗ വർണ്ണ വ്യത്യാസം കൂടാതെ you can come to Jesus. യേശുവിന്റെ അടുത്തേക്ക് നിനക്ക് കടന്നു വരാം. Secondly, രണ്ടാമതായി he proved that God is a merciful and compassionate God. യേശു തെളിയിച്ചു നമ്മുടെ ദൈവം എന്ന് പറയുന്നത് കരുണയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. He will not judge you. അവൻ ഒരിക്കലും നിന്നെ ന്യായം വിധിക്കുകയില്ല. He will not judge you. അവൻ നിന്നെ കുറ്റം വിധിക്കുകയില്ല. He is a compassionate God. അവൻ ആർദ്രതയുള്ള ദൈവമാണ്. And thirdly, മൂന്നാമതായി he wants to fellowship with you. അവൻ നിന്നോടൊത്ത് കൂട്ടായ്മ കാണിക്കുവാൻ He ആഗ്രഹിക്കുന്നു. wants to fellowship with you. അവൻ നിന്നോടത്ത് കൂട്ടായ്മ പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു. Even if you may come from a very low house, economically low condition. ഒരുപക്ഷേ നീ ഒരു കുടിലിൽ നിന്നും വരുന്ന വ്യക്തിയായിരിക്കാം, സാമ്പത്തികമായി അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയായിരിക്കാം. You may be financially very poor. നീ സാമ്പത്തികമായി അങ്ങേയറ്റം താഴ്ന്ന അവസ്ഥയിലായിരിക്കാം. Your house may be very small. ഒരു വീടെന്ന് പറയുവാൻ പോലും യോഗ്യതയില്ലാത്ത വിധത്തിൽ അത്രമാത്രം ചെറുതായിരിക്കാം. Doesn't matter. അതൊരു വിഷയമേ അല്ല. Your house may be known as the house of sinners. നിന്റെ ഭവനം ഒരുപക്ഷെ പാപികളുടെ വിഹാരരംഗം എന്നറിയപ്പെടുന്നതായിരിക്കാം. Doesn't matter. അതൊരു വിഷയമേ അല്ല. He wants to be a part of that house. അത് തന്നെയാണെങ്കിൽ കൂടെ അവൻ നിന്നോടൊത്ത് കൂട്ടായ്മ പുലർത്തുവാൻ He ആഗ്രഹിക്കുന്നു. wants to fellowship with you. അവന് നീയുമായി കൂട്ടായ്മ പുലർത്തണം. Let me close my sermon. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ Our ആഗ്രഹിക്കുന്നു. God is like this. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ദൈവമാണ്. There is no God like him. നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. There is no God like him. നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. Wherever this gospel went, that gospel transformed the people. ഈ സുവിശേഷം ലോകത്തിന്റെ എവിടെയൊക്കെ പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. Christianity is open to anyone. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ആർക്കും തുറന്നു കൊടുക്കുന്ന ഒരു പുസ്തകം പോലെയാണ്. Christianity is open to everyone. എല്ലാ ജനവിഭാഗത്തിനു മുമ്പിൽ തുറന്നിട്ട ഒന്നാണ് ക്രിസ്ത്യാനിറ്റി. Anybody can enter into the kingdom of God. ആർക്കും ദൈവരാജ്യത്തിലേക്ക് നടന്നു കയറാം. And be a part of this kingdom. അതിന്റെ ഒരു ഭാഗമായി തീരാം. So what you have to do is, നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, this is the message that we have to declare to the world. ഇതാണ് നാം ലോകത്തോട് വിളിച്ചു പറയേണ്ട സന്ദേശം. This is the message that we have to declare to the world. നാം ലോകത്തോട് വിളിച്ചു പറയേണ്ട സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. Our God is approachable to anyone. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ആർക്കും സമീപിക്കാവുന്ന ഒരു ദൈവമാണ്. Our God is merciful to everyone. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ആരോടും കരുണ കാണിക്കുന്ന ദൈവമാണ്. Our God wants to fellowship with everyone. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ആരോടും കൂട്ടായ്മ പുലർത്തുന്ന ദൈവമാണ്. He will go to a Hindu's house. അവനൊരു ഹിന്ദുവിന്റെ ഭവനത്തിലേക്ക് He will കടന്നു go പോകാം. to a Muslim's house. ഒരു മുസ്ലിമിന്റെ ഭവനത്തിലേക്ക് അവന് He കടന്നു will പോകാം. go to an atheist house. ഒരു നിരീശ്വരവാദിയുടെ ഭവനത്തിലേക്ക് അവന് കടന്നു He പോകാം. will go to a communist house. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭവനത്തിലേക്കും യേശുവിന് കടന്നു He പോകാം. will go to
any person's house ഏതൊരു വ്യക്തിയുടെ ഭവനത്തിലേക്കും നമ്മുടെ ദൈവത്തിന് കടന്നു പോകാം. and fellowship with them. അവനുമായി കൂട്ടായ്മ ആചരിക്കാം. Hallelujah. ആമേൻ. That's why I preach this gospel. അതുകൊണ്ടാണ് ഞാൻ ഈ സുവിശേഷത്തെ പ്രസംഗിക്കുന്നത്. That's why I preach the gospel. അതുകൊണ്ടാണ് ഞാൻ സുവിശേഷത്തെ പ്രസംഗിക്കുന്നത്. That's why I go to the nations and preach the gospel. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുന്നത്. Gospel is not only for the Indians. ഇന്ത്യക്ക് വേണ്ടി മാത്രം പരിമിതപ്പെട്ട ഒന്നല്ല ഈ സുവിശേഷം. Gospel is not only for the Americans. അമേരിക്കക്കാർക്ക് വേണ്ടി മാത്രം പരിമിതപ്പെട്ട ഒന്നല്ല സുവിശേഷം. Gospel is not only for the Malayalis. മലയാളികൾക്ക് വേണ്ടി മാത്രം പരിമിതപ്പെട്ട ഒന്നല്ല സുവിശേഷം. It's for the nations. അത് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. It's for the whole humanity. അത് മുഴുവൻ ജനസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. That's why we have stepped into the next level to take this gospel to the nations. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നാം മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ കാലുകളെ എടുത്തു വെക്കുന്നത്. That's why we are going to present this gospel through TV. അതുകൊണ്ടാണ് നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ സുവിശേഷത്തെ വിളംബരം ചെയ്യുന്നത്. Because we believe Jesus is for everyone. കാരണം നാം വിശ്വസിക്കുന്നു യേശു എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. We believe Jesus is merciful to everyone. നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ യേശു എന്ന്. We believe Jesus want to fellowship with everyone. നമ്മൾ വിശ്വസിക്കുന്നു യേശു എല്ലാവരോടൊത്തും കൂട്ടായ്മ പുലർത്തുന്നവനാണ്. And they have to know this good news. അവർ കൂടെ ഈ സദ്വർത്തമാനം അറിയട്ടെ. And we have to preach it. നാം അവരോട് പ്രസംഗിക്കുന്നു. Let's stand. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Amen. ആമേൻ.